വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ടേൽസ് ഓഫ് ഷാരു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല രീതിക്ക് വിശപ്പുണ്ടാവും. അപ്പം നമ്മൾക്ക് ഈ മറ്റേ ബേക്കറിയും ബാക്കി ഐറ്റംസിനോടൊക്കെയുള്ള ക്രേവിങ്സ് കൂടും. നമുക്ക് അതൊക്കെ എടുത്ത് കഴിക്കാൻ കൂടുതൽ ചാൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് വിശക്കും. അപ്പോൾ വിശക്കുമ്പോൾ നമ്മൾ വാരി വലിച്ച് പലതും എടുത്ത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ലോസിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് നോക്കുന്ന ടൈമിൽ നമ്മുടെ വയർ ഫില്ല് ചെയ്യുകയും ചെയ്യും. അതേ ടൈമിൽ തന്നെ കാലറീസ് വളരെ കുറവായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. അതായത് നിങ്ങൾക്കിപ്പോൾ വിശക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറും നിറയും, വിശപ്പും മാറും, എന്നാൽ ഇതിന് വലിയ കാലറീസും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് വെച്ചാൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കണും കൂടി അമർത്താം. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സപ്പോർട്ട് തന്നെ തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. പിന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ദൈവത്തെ ഓർത്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവരുത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീറ്റപ്പെടാൻ ആദ്യം നോക്കുന്ന സാധനം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കയറും. അപ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം കയറുന്ന സബ്സ്ക്രൈബേഴ്സ് പിറ്റേ ദിവസം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങളത് ചെയ്യുന്നത് എൻ്റെ നെഞ്ചിടിഞ്ഞു പോകും. ഞാൻ ഓരോ സബ്സ്ക്രൈബർ ഇങ്ങനെ വരുന്നത് നോക്കി കാത്ത് മറ്റേ നമ്മൾ ഈ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോരുത്. ഓക്കെ, നിങ്ങൾ പറ്റുന്ന അത്രയും മാക്സിമം ആൾക്കാർക്ക് ഈ വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കും. പിന്നെ അല്ലാത്ത ഞാൻ വേറെ കണ്ടൻസ് ഇടാറുണ്ട്, ബ്യൂട്ടി കണ്ടൻസ്, ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനത്തെ പലതും ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ബോറടിപ്പിക്കാത്ത എല്ലാവരും ഒരേപോലെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള എല്ലാ ടൈപ്പ് സബ്സ്ക്രൈബേഴ്സും ഒരേപോലെ കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വല്ല സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കാലറി കുറവായിട്ടുള്ള എന്നാൽ നമുക്ക് പെട്ടെന്ന് ഫില്ലാവുന്ന തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗ്, നമ്മുടെ മുട്ട. മുട്ടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ന്യൂട്രീഷ്യസ് വാല്യൂ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കാലറി ഇൻടേക്ക് കാലറീസ് വളരെ കുറവാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറയാറുണ്ട്, അതായത് മുട്ട കഴിക്കുന്ന സമയത്ത് മുട്ടേൻ്റെ വെള്ളം മാത്രം കഴിക്കുക, മഞ്ഞ കഴിക്കാണ്ടിരിക്കുക. സംഭവം മഞ്ഞയിൽ കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ അങ്ങനെ മുട്ടേൻ്റെ മഞ്ഞ മാത്രം എടുത്ത് കളയാറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ രണ്ടും കഴിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ വേണമെങ്കിൽ മഞ്ഞ നിങ്ങൾ ഒഴിവാക്കിക്കോ, കാരണം ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലാണ് മഞ്ഞയ്ക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ എഗ്ഗ് നമുക്ക് പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് അതിന് വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഓംലെറ്റ് കഴിക്കുകയാണെങ്കിൽ അതിന് മാക്സിമം വെജീസ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാക്സിമം ന്യൂട്രീഷൻ അതിൽ തന്നെ കിട്ടും, വയറ് പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓംലെറ്റ് ഒക്കെ അടിച്ചിട്ട് ഓംലെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അതേപോലെ മുട്ട പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ സ്ക്രാമ്പിൾ അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാ വെച്ചാൽ ചെയ്യാം. അപ്പോൾ എഗ്ഗ് എന്തായാലും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു നല്ല രീതിക്ക് പ്രോട്ടീനും ഫാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ് എഗ്ഗ്. പിന്നെ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയ്ക്കൊക്കെ പോയി വിചാരിക്കും. നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോഴാണല്ലോ നമുക്ക് തിയേറ്ററിനൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ അൺഹെൽത്തി ആയിട്ടൊക്കെ വാങ്ങാനൊക്കെ തോന്നുക. അപ്പം നമുക്ക് തിയേറ്ററിൽ നിന്നൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് പോപ്കോൺ. അപ്പം നമ്മൾ പോപ്കോൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാലറീസിൽ ലോ ആണ്. അപ്പം നിങ്ങൾ പോപ്കോൺ നല്ലൊരു ഓപ്ഷനാണ്. പോപ്കോൺ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതാണ് നമ്പർ 2. ഈ നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടുകാലത്തൊക്കെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സാധനം എന്താ, നിങ്ങൾ തന്നെ പോകിച്ചിട്ടുണ്ടാവും, നമ്മുടെ തണ്ണിമത്തൻ. ഈ തണ്ണിമത്തൻ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തണ്ണിമത്തനിൽ അതിന് മാത്രം കാലറീസ് ഒന്നുമില്ല, പക്ഷെ തണ്ണിമത്തനിൽ ഒരു ചെറിയ പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. അപ്പോൾ അതേ തണ്ണിമത്തനും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഇതിനൊന്നും കാലറി കൗണ്ടൊന്നും പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യം അറിഞ്ഞാൽ മതിയല്ലോ. വെറുതെ ഞാൻ വലിച്ചു നീട്ടി വീഡിയോ വലുതാക്കേണ്ട വിചാരിച്ചിട്ടാണ് കാലറി കൗണ്ടൊന്നും പറയാത്തത്. എന്തായാലും കാലറീസ് ഒക്കെ കുറവായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഈ പറയുന്നത് ഫുള്ള്. പിന്നെ അടുത്ത സാധനമാണ് നമ്മുടെ
കുക്കുംബർ അഥവാ നമ്മുടെ കക്കരിക്ക. ഈ കക്കരിക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പീസ് കഴിച്ചാൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് കഴിച്ചാൽ തന്നെ, ഇപ്പോൾ ഒരു കക്കരിൻ്റെ പകുതി കക്കരി കഴിച്ചാൽ തന്നെ എൻ്റെയൊക്കെ വയറ് നിറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കക്കരിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ മീൽസിൻ്റെ ഒക്കെ കുറച്ച് മുന്നേ ഇട്ട് സാലഡ് പോലെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മീൽസ് നമ്മൾ അധികം കഴിക്കില്ല, നമ്മുടെ വയർ ഫില്ലാവും ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ വൈകുന്നേരം കഴിഞ്ഞാൽ നമുക്ക് പല എന്താ പറയുക ഈ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് തോന്നുമല്ലോ. അപ്പോൾ ആ ടൈമിലൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് കുക്കുംബർ വാങ്ങിയിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോകും, എന്നിട്ട് അത് ഉപ്പിട്ടിട്ട് കഴിക്കും. അപ്പോൾ വയറും നിറയും, നോൺ ഹെൽത്തിയാണ്. അപ്പോൾ കുക്കുംബറും ഒരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൗൺ ബ്രെഡ് നമ്മൾ എപ്പോഴും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വൈറ്റ് ബ്രെഡ് മാക്സിമം ഒഴിവാക്കുക. വൈറ്റ് ബ്രെഡ് കഴിക്കാനേ പാടില്ല ഒന്നുമല്ല, ഞാൻ പറഞ്ഞ ഇടയ്ക്കൊക്കെ വൈറ്റ് ബ്രെഡ് കഴിക്കും, ഞാൻ വൈറ്റ് ബ്രെഡ് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബ്രൗൺ ബ്രെഡാണ് നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് ബ്രൗൺ ബ്രെഡ് കഴിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്കിഷ്ടം വൈറ്റ് ബ്രെഡ് ആട്ടോ. ബ്രൗൺ ബ്രെഡ് ഞാൻ കഴിക്കും, പക്ഷെ അധിക കാലം എനിക്ക് ബ്രൗൺ ബ്രെഡ് കഴിക്കാനാവില്ല, എനിക്ക് വലിയ ഇഷ്ടമില്ല. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ബ്രൗൺ ബ്രെഡിൻ്റെ കൂടെ തന്നെ ആണെങ്കിൽ നമ്മൾ പറയുന്ന രണ്ടാമത്തെ സാധനം നമ്മുടെ പീനട്ട് ബട്ടർ. ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ എനിക്കിഷ്ടമായിരുന്നു, പിന്നെ കഴിച്ച് എനിക്കിഷ്ടമില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ബ്രെഡൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മറ്റേ ജാമൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം, ജാമിലൊക്കെ നല്ല ഷുഗർ കണ്ടന്റ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നതിന് പകരം ഹെൽത്തി ആയിട്ട് പീനട്ട് ബട്ടറൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ജാം സ്വാപ്പ് ചെയ്തിട്ട് പീനട്ട് ബട്ടർ യൂസ് ചെയ്യുന്നത്, അതുപോലെ സാധാ ബട്ടറിനേക്കാളും എത്രയോ നല്ലതാണ് പീനട്ട് ബട്ടർ. അപ്പോൾ എന്താ പറയുക, പീനട്ട് ബട്ടറും ഒരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പീനട്ട് ബട്ടറൊക്കെ എടുക്കുമ്പോൾ അതൊരു മിനിമം ക്വാണ്ടിറ്റിയിൽ എടുക്കണം, ഓവറായിട്ട് കഴിച്ചാൽ വെയിറ്റ് ഗെയിന് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ വേറൊരു സാധനമാണ് ലെമൺ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ലെമണിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്. ലെമൺ ഒരുപാട് ഡീടോക്സ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് ലെമൺ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലെമൺ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞ് ഇതാക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ചിയ സീഡ്സും പിന്നെ അതേപോലെ ലെമണും കൂടി മിക്സ് ചെയ്തിട്ട് എന്താ പറയുക അത് കഴിക്കണമെങ്കിൽ അത് കഴിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലെമൺ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കാതെ വിചാരിച്ചിട്ട് നിങ്ങൾ മറ്റേ പഞ്ചസാര ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. പഞ്ചസാര എപ്പോഴെങ്കിലും ഒക്കെ ഇതാക്കി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെയിറ്റ് ലോസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഉപ്പിട്ട് കുടിക്കാം. ഉപ്പും അധികം നല്ലതൊന്നുമല്ല ഇപ്പോൾ വെയിറ്റ് ലോസിന്. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനൊരു BP കുറവുള്ള ആളാണ്, അപ്പോൾ എനിക്ക് ഉപ്പ് നല്ല രീതിക്ക് വേണം. എൻ്റെ വീട്ടുകാർ ഉണ്ടാക്കിയ ഫുഡിലൊന്നും എനിക്ക് ഉപ്പ് ഉണ്ടാവാറില്ല. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഉപ്പ് ഞാൻ എക്സ്ട്രാ എടുത്തിടും. എൻ്റെ ഉപ്പാണെങ്കിൽ എല്ലാവർക്കും കൂടുതൽ. പക്ഷേ എനിക്ക് ഉപ്പ് കൂട്ടിയത് കൊണ്ട് എനിക്ക് തടി കൂടി അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പൊതുവെ ആൾക്കാർ പറയുന്നത് എന്താ പിങ്ക് സോൾട്ട് എടുക്കുന്നത് നല്ലതെന്ന് നോക്കും. ഞാൻ സാധാ ഉപ്പട്ടോ യൂസ് ചെയ്യാറ്, എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അപ്പം എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ലൈം ഉണ്ടാക്കിയിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ നാരങ്ങ വെള്ളം പിഴിഞ്ഞിട്ട് എന്താ പറയുക അതിൽ ഉപ്പിട്ടിട്ട് കുടിക്കാറുണ്ട്. പിന്നെ അതിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് അങ്ങനെ കുടിക്കുന്നതും വെയിറ്റ് ലോസിന് നല്ലതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ചിയ സീഡ്സും വെയിറ്റ് ലോസിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ഫുഡാണ്. അതായത് ചിയ സീഡ്സിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് എപ്പോഴും ഫില്ലാക്കി വെക്കും, നമുക്ക് അധികം വിശപ്പ് തോന്നില്ല. അപ്പോൾ ചിയ സീഡ്സ് വന്നെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളിപ്പോൾ ഓട്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓട്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാച്ചാൽ നമുക്ക് എന്താ പറയുക ചിയ സീഡ്സ് വാട്ടർ, അതായത് വെള്ളം തന്നെ ഇപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് അതിൽ ചിയ സീഡ്സ് ഇട്ടിട്ട് അത് ഓവർനൈറ്റ് വെച്ച് പിറ്റേന്ന് രാവിലെ എടുത്ത് കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കുക. ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് അങ്ങനെ ചിയ സീഡ്സ് വാട്ടർ കുടിക്കണമെങ്കിൽ കുടിക്കുക. അതിൽ വേണമെങ്കിൽ ഒരു ലൈം കൂടി പിഴിഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു, ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ഓട്സ് ഏറ്റവും നല്ലത് പ്ലെയിൻ ഓട്സ് വാങ്ങുന്നതാണ്. കാരണം ബാക്കി ഓട്സിലൊക്കെ ചിലപ്പോൾ ഷുഗർ കണ്ടന്റ് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലെയിൻ ഓട്സ് തന്നെ നോക്കി വാങ്ങുക. അപ്പോൾ ഈ പ്ലെയിൻ ഓട്സ് നമുക്കൊന്നെങ്കിൽ മിൽക്കിൻ്റെ കൂടെ, മിൽക്ക് എന്ന് പറയുമ്പോൾ ഞാൻ സാധാ മിൽക്കാണ് യൂസ് ചെയ്യാറ്. പക്ഷെ പൊതുവേ പറയും ലോ ഫാറ്റ് മിൽക്ക് കിട്ടും, നമ്മുടെ ഈ ടോൺഡ് മിൽക്കൊക്കെ കിട്ടും. അപ്പോൾ ഫാറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ ദയവ് ഇത് പഞ്ചസാര ഇടാണ്ടിരിക്കുക. പിന്നെ ഇനിയിപ്പോൾ മധുരത്തിന് വേണമെങ്കിൽ 2 ഡേറ്റ്സ് ഒക്കെ പൊട്ടിച്ച് ഡേറ്റ്സ് ഇടാം. ഡേറ്റ്സ് വളരെ നല്ലതാട്ടോ വെയിറ്റ് ലോസിന്. പക്ഷേ ഡേറ്റ്സിൻ്റെ എണ്ണം, നമ്മൾ ഡേറ്റ്സ് എന്താ പറയുക കുറേ വൈറ്റമിൻസും കുറേ വൈറ്റമിൻസ് ഉള്ള സാധനമാണ് ഡേറ്റ്സ്. പക്ഷേ ഇത് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അയൺ കണ്ടൻ്റൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഓവറായിട്ട് കഴിക്കാൻ നിൽക്കരുത്. കാരണം ഇതിലും പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഷുഗർ ഉള്ളതാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഡേറ്റ്സ് കിട്ടിയാൽ ഞാൻ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ പാടില്ല, 2-3 ഡേറ്റ്സ് അത്രയൊക്കെ മതി.
അപ്പോൾ ഡേറ്റ്സ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വെയിറ്റ് ലോസിന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പറയാൻ പറ്റൊരു സാധനമാണ് ആംല, നെല്ലിക്കയും വെയിറ്റ് ലോസിന് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്ക ജ്യൂസ് അടിച്ച് അതേപോലെ കുടിച്ച് നല്ല കയ്പാവുള്ള പറയണം. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ നിങ്ങൾ മറ്റേ ഈ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് കുടിച്ച് നോക്കുക. ഇതിപ്പോൾ എന്നിട്ടും ഭയങ്കര കയ്പാകുകയാണെങ്കിൽ ഞാൻ ചെയ്തൊരു പണി എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കും. അധികം കയ്പറിയില്ലല്ലോ, ആ ഒരു തണുപ്പിലങ്ങ് കുടിക്കും. അപ്പം ഇതും നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ, ബൈ ബൈ, ലവ് യു.